ഏറ്റവും നമുക്ക് അതാണ് പാലം. എല്ലാവരും മൂന്നാളും കൂടി ഭരിച്ചാലല്ലേ അവരവരിന്റെ ഇത് എങ്ങനെയാന്ന് അറിയുള്ളൂ. ഒരുപാട് ചെയ്ത് ഞങ്ങൾ മടുത്തു. ഒരു ഇതുമില്ല. LDF എന്നാണ് നമ്മുടെ ധാരണ. അത് നമുക്കറിയില്ല. കന്നുകാലി വളർത്താൻ പറ്റിയല്ല, ഒരാട് വളർത്താൻ പറ്റിയല്ല. എന്താ കടുവായുള്ള കാരണം അതൊക്കെ കൊണ്ടുപോകും. സൂര്യ കുണ്ടിക്കാൻ വെള്ളമില്ല. നമുക്ക് ഈ കൈ കൊണ്ടല്ലേ നമുക്ക് കഞ്ഞി കുടിക്കുള്ളൂ. അരിവാള് കൈയില്ലാണ്ട് അരിവാള് പിടിക്കാൻ പറ്റില്ലല്ലോ. വോട്ട് മാത്രം വേണം. കമ്മ്യൂണിസ്റ്റ് കൂടിയപ്പന്നെ വരുമോ എന്തോ എനിക്ക് തോന്നുന്നില്ല. UDF വരും തോന്നുന്നില്ല. ഞങ്ങൾ മാറ്റം മറിക്കും. പ്രകൃതി കനിഞ്ഞു നൽകിയ പച്ചപ്പിന്റെ മടിത്തട്ട്, സഹ്യപുത്രന്റെ ഗാംഭീര്യവും മലമ്പുഴ പുഴയുടെ നൈർമല്യവും ഒത്തിണങ്ങിയ സുന്ദരഭൂമി. ഉദ്യാനത്തിന്റെ വശ്യതയും അണക്കെട്ടിന്റെ പ്രൗഢിയും മാത്രമല്ല, മലമ്പുഴയിലെ ഓരോ മണൽത്തരിക്കും പറയാനുണ്ട് വികസനത്തിന്റെയും അതിജീവനത്തിന്റെയും കഥകൾ. കാനന ഭംഗി ആസ്വദിക്കാനെത്തുന്ന വിനോദസഞ്ചാരികളെ നെഞ്ചോട് ചേർത്ത് സ്വീകരിക്കുന്ന നാട്ടുകാർ മലമ്പുഴയുടെ സ്പന്ദനമാണ്. ഈ സൗന്ദര്യത്തിനുമിപ്പുറം മലമ്പുഴ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഈ നാടിന്റെ വികസന സ്വപ്നങ്ങൾ ഇനിയും എത്രത്തോളം നിറം വയ്ക്കുവാനുണ്ട്? പടിഞ്ഞാറൻ കാറ്റ് ആഞ്ഞടിക്കുമ്പോഴും ഇടതുകോട്ടയെ ചുവന്ന ചെങ്കൊടി കൊണ്ട് മൂടിയ മലമ്പുഴയ്ക്ക് ഇക്കുറി ഒരു മാറ്റമുണ്ടാകുമോ? നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ജനങ്ങളോട് ചോദിക്കുന്നു. LDF UDF അങ്ങനെ കൂടിയപ്പന്നെ വരുമോ എന്തോ എനിക്ക് തോന്നുന്നില്ല. UDF വരും തോന്നുന്നില്ല. ഇല്ല ഇല്ല. മലമ്പുഴയിലോ? മലമ്പുഴയിൽ അതന്നെ UDF വരത്തില്ല. ഇല്ല. ഇതിപ്പോ വന്നില്ലല്ലോ. ആ. പിന്നെന്താണ് അമ്മ പറയുന്നത്? അമ്മയുടെ വോട്ട് ആർക്കായിരിക്കും? ഞാൻ ആർക്കും കൊടുത്തത് UDF തന്നെ. വികസനം ഇവിടെ എന്തൊക്കെ വികസനം വരണമെന്നാണ് അമ്മയ്ക്ക് പറയാനുള്ളത്? ഞാനെന്താ പറയാ, എന്തോ പാലം വരണമെന്നൊക്കെ. ഞങ്ങക്ക് പാലം തന്നെ ഒന്ന് വരണം. അതൊരു വഴിയല്ലേ മലമ്പടിക്ക് പോകാൻ. അല്ലാണ്ട് വേറെ എന്ത് വരുന്നു? ആര് ജയിച്ചാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് അത് പോകാനുള്ള കുട്ടികൾക്കാണെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ റോട്ടിൽ കൂടെ പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് പാലം ഒന്ന് റെഡിയായി കിട്ടിയാൽ മതി. ഇവിടെ അടുത്താണത്. പുതിയ പാലം ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊന്ന് ശരിയായി കിട്ടണം. പെട്ടെന്ന് തീർന്നു കിട്ടിയാൽ മതി. അതെ. എല്ലാവർക്കും ഒരു ചാൻസ് കിട്ടട്ടെ. അപ്പൊ എല്ലാവരും വരുമ്പോ എല്ലാവരും മൂന്നാളും കൂടി ഭരിച്ചാലല്ലേ അവരവരിന്റെ ഇത് എങ്ങനെയാന്ന് അറിയുള്ളൂ. അപ്പൊ ഒരേ ആളുടെ മാത്രം നോക്കുമ്പോ അവരിന്റെ ഇത് മാത്രം അറിയുള്ളൂ. പുതിയ ആൾക്കാരും അവസരം കിട്ടട്ടെ എന്ന്. ആര് വരണമെന്നാണ് ആഗ്രഹം? ഒരുപാട് ചെയ്ത് ഞങ്ങൾ മടുത്തു. ഒരു ഇതുമില്ല. അപ്പൊ ഇനിയിപ്പം പുതിയൊരു ഈ പാലം ഒന്ന് പണി കഴിക്കുന്ന, അല്ലെങ്കിൽ വെള്ളം കയറി ഞങ്ങൾ കൂപ്പിച്ചിട്ടാ പോണത്. LDF ആയിരിക്കും. ഇപ്പോഴത്തെ MLA ഉണ്ടല്ലോ, മലമ്പുഴ MLA, അദ്ദേഹത്തിന്റെ ഭരണത്തിൽ നിങ്ങളൊക്കെ സംതൃപ്തരാണോ? ആണ്. വികസനങ്ങളൊക്കെ വന്നോ ഇവിടെ? എന്ത് വികസനം വരുന്നത്? അപ്പൊ റോഡ് 5-6 കൊല്ലമായി, ഇപ്പോഴും പണി പൂർത്തിയായി. പാലത്തിന്റെ കാര്യം പറയണ്ടേ? അതന്നെ പാലം തന്നെ വേണം. ഈ പാലം. അപ്പൊ ഇനി മലമ്പുഴയില് LDF ആയിരിക്കും UDF ആയിരിക്കോ? LDF എന്നാണ് നമ്മുടെ ധാരണ. കേരളത്തില് LDF ആയിരിക്കോ UDF ആയിരിക്കോ? അതെന്തായിരിക്കും അറിയില്ല. ഇടതുപക്ഷം ആയിരിക്കോ വലതുപക്ഷം ആയിരിക്കോ? അത് നമുക്കറിയില്ല. എന്നാലും ഒരു അഭിപ്രായത്തില് അതാ പറയാ ചന്ദ്രിക LDF തന്നെയായിരിക്കും. മലമ്പുഴത്തെ അവസ്ഥ LDF തന്നെയാണ്. LDF തന്നെയാണ്. അപ്പൊ നിലവിലുള്ള MLA ഒരു വികസന പ്രവർത്തനം പറഞ്ഞാല് നമുക്ക് പാലമാണ് മെയിൻ. അതിലിപ്പോ ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ്. ഇലക്ഷനും വരുമ്പോ അവര് പണിയും വീണ്ടും നിർത്തും, വീണ്ടും പണിയും വീണ്ടും നിർത്തും. അങ്ങനെയായിട്ട് ഇപ്പൊ 10 വർഷത്തോളമായി. ഇതുവരെയും പാലം ഇതുവരെ റെഡി ആയിട്ടില്ല. മലമ്പുഴയാണ് താമസിക്കുന്നത്. മഴക്കാലം ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വണ്ടി പോകാനോ ഒക്കെ ഇല്ല. മലമ്പുഴയിൽ നിന്ന് ഒരു ആട്ടോ വിളിച്ച് ഞങ്ങൾ ഇവിടെ വരണമെങ്കിൽ 120 രൂപയാണ് ആട്ടോക്കൂലി. ഞങ്ങളുടെ വീട് വരെ, ആ പള്ളി വരെ. അതിന്റെ ഇപ്പുറത്തേക്ക് കടന്ന് 200 രൂപയാണ്. രാത്രി ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വണ്ടി ഈ ഭാഗത്തേ ഉള്ളൂ. അപ്പൊ മഴക്കാലത്ത് നിങ്ങൾ ഓട്ടോ വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്? ഓട്ടോ വിളിച്ചിട്ട് തന്നെ ഞങ്ങൾ വരുന്നത്. അത് ഓട്ടോ വിളിച്ചിട്ട് വെള്ളം കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓട്ടോയും കിട്ടിയല്ല. ഞങ്ങൾ ഫോറസ്റ്റ് കൂപ്പിനകത്തൂടെ ആനക്കാട്ടിൽ കൂടെ വേണം ഞങ്ങൾ നടന്നു വരാൻ. അത് നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇക്കരെ തന്നെ പെടും. ഞങ്ങൾക്ക് അക്കരയ്ക്ക് കിടക്കാൻ പറ്റുന്നില്ല. അത് കാരണം ഞങ്ങളുടെ ഈ പാലമാണ് ഞങ്ങളുടെ പ്രദേശം മുഴുവൻ. ജോലി ഞങ്ങൾ തെക്കേമലമ്പുഴ താമസിക്കും. ഞങ്ങൾ 1-ാം വാർഡിലാണ് പഞ്ചായത്ത് പണി എടുക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെയാണ് ആൾക്കാർ കൂടുതൽ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വരാൻ 10-12 പേരേ ഉള്ളൂ. അപ്പൊ മഴക്കാലത്തും ഞങ്ങൾക്ക് ഇവിടെ പണി വെച്ച് കഴിഞ്ഞാൽ ഇല്ലേ, ഈ ഭാഗത്ത് ഞങ്ങൾക്ക് ഭയങ്കര പാടാണ്. കഴിഞ്ഞ പ്രാവശ്യം മഴവെള്ളത്തിൽ കൂടെ ഞാൻ ഒഴുകിപ്പോയി.
ഒഴുകിപ്പോയി. ഒഴുകിപ്പോയി. ആ. ഒരു കമ്പ് വന്ന് തട്ടിയിട്ട് വെള്ളം വന്നു. ഉം, ഉം. അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം ഞങ്ങൾക്ക് വഴിയില്ല. ഒന്നാമത്തെ കാര്യം ഈ പാലത്തിന്റെ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുറച്ച് പ്രശ്നങ്ങൾ മാറും. മാറും. ഉം. പിന്നെ ഞങ്ങൾക്ക് കുടിവെള്ളം വേണം. ആ. വെള്ളമില്ല. ഉം, ഉം. വെള്ളം. ആ. വെള്ളമില്ല. ആ. ഇതിപ്പോ പൈപ്പൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഭാഗത്തേക്കൊന്നും വന്നിട്ടില്ല. അപ്പൊ ഇപ്പോഴെങ്ങനെയാണ് ഇപ്പൊ ഒരു കുടിവെള്ളത്തിന്റെ പഞ്ചായത്ത് കിണറുണ്ട്. ഒരു 2 മാസത്തോടെ ഒരു മാസത്തോടെ കഷ്ടിച്ച് കിട്ടും. അത് കഴിഞ്ഞാൽ വെള്ളം നിൽക്കും. മലമ്പുഴ ഹെൽത്ത് സെന്റർ ഡോക്ടർ പകല് മാത്രമേ ഉള്ളൂ. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇല്ല. പിന്നെ അവസ്ഥ? ഞങ്ങള് പാലത്തിന്റെ അക്കരെയാണോ അത് ഇക്കരെയാണോ അത് ഈ അക്കരെ health center? ഹെൽത്ത് സെന്റർ അവിടെ മന്തക്കാട് ഐറ്റിയുടെ ആ, ആ. അവിടെയാണ് ഹെൽത്ത് സെന്റർ ഉള്ളത്. അവിടെ ഞങ്ങൾക്ക് പകലൊന്നും ഡോക്ടറില്ല. പിന്നെ പോണത് മഠത്തിലാണ്. മഠത്തിൽ എല്ലാരെ കൊണ്ട് മഠത്തിൽ പോകാൻ പറ്റില്ല. അത് പ്രൈവറ്റ് ആശുപത്രി ആയതുകൊണ്ട് വരും. പിന്നെ ഇപ്പോഴത്തെ ഭരണത്തിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാവുന്നു പരിധി വിശ്വസിക്കുന്നു. വരെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് മാറ്റം വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾക്ക് റോഡ് വേണം, ഉം. വെള്ളം വേണം, ഉം. വീട് വേണം. വീട് വേണം. അതൊന്നും ഇവിടെ ഇല്ല. പിന്നെ പാലം വേണമെന്ന് പറയുന്നത്. പാലം വേണം. വീടും പാലം വന്നിട്ട് വേണ്ട വീട്. ഇതൊന്നും കൊല്ലംകുന്ന് സിറ്റിയിലില്ല. ഇല്ല. ആ. ഒരുപാട് ഞങ്ങൾ അപേക്ഷിച്ചു. ഉം. ഏഹ് ഉം. മാർക്കസ് പാർട്ടിയാണ് അവിടെ ജയിച്ചത്. ഇത്തവണത്തെ ഇതിലും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ല. ആര് തരാനാണ്? ഉം. എൻ്റെ വീടൊക്കെ കുറച്ച് അപ്പുറയാണ്. അവിടെ പോയി നോക്കിയാൽ വഴി, വീടില്ല, ഉം. കുടിക്കാനൊരു വെള്ളമില്ല. ഉം. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ഉം. ഒരു തൂരെ കുണ്ടിക്കാൻ വെള്ളമില്ല. അത് പറയുന്നില്ല. ഇല്ലാത്ത കാരണമാണ് ഞാൻ പറഞ്ഞത്. ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങനെ പറയണം തീർച്ചയായിട്ടും. അത് കാരണമാണ് നമുക്ക് ഒന്നുമില്ല. എൻ്റെ വീട് എന്തുകൊണ്ടാ അപ്പുറം. വെള്ളം ഇങ്ങോട്ട് എത്താത്തത്? പാർട്ടിക്കാർ കൊണ്ട് തരണ്ടേ? ആ. നിങ്ങൾ പറഞ്ഞില്ലായിരുന്നോ? എത്ര പറയുന്നു? ഉം. പറഞ്ഞത് കേക്കണ്ടേ? വോട്ട് മാത്രം വേണം. അപ്പൊ ഇത്തവണ ഒരു ഭരണം മാറി വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ മരണം മാറ്റം മാറി ഉണ്ടാവുമോ? ഞങ്ങൾ മറിക്കും. ഒരു പുതിയ പുതിയ ഭരണം പദ്ധതി വന്നു വന്നാൽ ഞങ്ങൾ കഴിഞ്ഞാൽ ഉണ്ടാക്കും. അതിനൊരു തീരുമാനം തീരുമാനം ഉണ്ടാക്കി ഞങ്ങൾ വെള്ളം കൊണ്ടുവരും കുടിക്കാൻ. ഞാൻ ആദിവാസിയാണ്. എല്ലാ ആദിവാസികളുടെ വീട്ടിലേക്ക് വെള്ളം കൊടുക്കും. പുതിയ ഭരണം കൊണ്ടുവരും. കൊണ്ടുവരും. ഇപ്രാവശ്യം കൊണ്ടുവരും. കോൺഗ്രസ് ആയിരിക്കും വരിക മലമ്പുഴയിൽ. അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, മലമ്പുഴയുടെ വികസനത്തിന് വേണ്ടിയിട്ട് അല്ലേ? ശരി മേനെ, ഉം. ഞാന് നമുക്ക് ഈ കൈ കൊണ്ടല്ലേ നമുക്ക് കഞ്ഞി കുടിക്കുള്ളൂ. അതെ. ഉം. അരിവാള് കൈയില്ലാണ്ട് അരിവാള് പിടിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. ഇനി എന്റെ വീട് നോക്ക് മകനെ. ആ പുളിഞ്ചോട് എന്റെ വീട്. എന്റെ മകൻ അത് നോക്ക്. ഇത്തവണത്തെ പദ്ധതിയിൽ അതൊന്നും കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഇല്ല. അപേക്ഷിച്ചായിരുന്നോ? എല്ലാം കൊടുത്തു. പണമില്ല. പണ്ടില് പണമില്ല മകനെ. ഉം. എന്റെ മകളിനെ പോലെ എന്റെ മകളിൽ എന്നാനത്താ അനുകരിക്കുന്നു. മകനെ വീട് പൊളിഞ്ഞു പോവും. നേരെ തര പണമില്ല എന്ന് ഒരു മാഡം വന്ന് പറഞ്ഞോ മണ്ണ് വെച്ചിട്ടേക്കെ. അത് എനിക്കറിയില്ല. വീട് മണ്ണ് വെച്ച് തേക്കാൻ. ശരി, ഇനി നേരേക്ക് തരുമോ എന്തോ എനിക്കറിയില്ല മേനെ. ചേട്ടന്റെ വീടിന്റെ കാര്യങ്ങളൊക്കെയാണ് പ്രശ്നങ്ങൾ. വീട് ഇടിഞ്ഞു പോകാറായി. അപേക്ഷ കൊടുത്തിരുന്നോ? കൊടുത്തു. നമ്മുടെ പ്രൊമോട്ടർ ഉണ്ട്. പ്രൊമോട്ടർ പൈസ ഇല്ല, പണമില്ല. പ്രൊമോട്ടർ ഉണ്ട്. ആദിവാസിന്റെ. പ്രൊമോട്ടർ ഞാൻ ആദിവാസിയാണ്. ആദിവാസികളാണ്. ആ ആദിവാസിന്റെ പ്രൊമോട്ടർ ഉണ്ട്. അത് ചെയ്ത് തരണ്ടേ. പൈസ ഇല്ല, അവർക്ക് പണം ഇല്ല ഇല്ല. അപ്പൊ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് ഞങ്ങൾക്ക് ചത്തുപോട്ടെ അല്ലേ. പോയ പ്ലാസ്റ്റിക് ആണ്. ഇത്തവണ എന്തായാലും കിട്ടും. ഇത്തവണ നിങ്ങൾ ഭരണമാറ്റം പ്രതീക്ഷിച്ചാൽ ഉറപ്പായിട്ട് കിട്ടും. എന്താ മക്കളെ പ്ലാസ്റ്റിക് കെട്ടി വെച്ചേക്കുവാണോ മുകളില് മഴയൊക്കെ വരുമ്പോ അല്ലെ? കൊരങ്ങന്റെ ശല്യം അത് അങ്ങനെ. കൊരങ്ങന്റെ ശല്യമുണ്ട്. വേറെ വന്യമൃഗങ്ങളൊക്കെ ഇല്ല, അത് വരില്ല. ഇടതുപക്ഷമാണോ? അപ്പം പുതിയ വികസന പദ്ധതികളൊക്കെ ഉണ്ടാവുന്നാണോ വിചാരിക്കുന്നത്? ഇടതുപക്ഷം വന്നാല് ഇടതുപക്ഷമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? അങ്ങനെ പറയാൻ കാര്യം ഞങ്ങൾ രണ്ടാം വാർഡ് കമ്മ്യൂണിസ്റ്റിന് കിട്ടും. അപ്പൊ ഇപ്പോഴത്തെ ഭരണം നിങ്ങൾക്കൊക്കെ സംതൃപ്തരാണ്? ആണ്. വികസനമൊക്കെ എങ്ങനെയുണ്ട് നാടിന്റെ? മലമ്പുഴയുടെ മലമ്പുഴ ഏരിയ അത് എനിക്കറിയില്ല. മലമ്പുഴയിൽ ഇത്തവണ ആരായിരിക്കും വരിക? LDF ആയിരിക്കോ UDF ആയിരിക്കോ? BJP ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അറിയില്ല. എന്താണ് ചേച്ചിയുടെ അഭിപ്രായത്തില്? ഇത് വരാനും വരാതിരിക്കാനും ചാൻസ് ഉണ്ടല്ലോ എന്ന് തോന്നുന്നു. UDF ആണെന്നാണ് ഒരു അഭിപ്രായം അല്ലെ മലമ്പുഴയിൽ? അപ്പൊ ഒരു UDF വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവോ? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. UDF ആണോ വരിക? UDF വന്നു കഴിഞ്ഞാൽ ഈ നാട്ടില് കുറച്ചുകൂടി വികസനങ്ങളൊക്കെ